കോളേജിൽ കെട്ടി തൂങ്ങിച്ചത്ത ഏതോ ഒരു കുട്ടിയുടെ കാര്യം 52 students. 52 students committed suicide in the very same campus in the last 10 years, Your Honor. 52 ഒറ്റപ്പെട്ട സംഭവങ്ങൾ മിസ്റ്റർ അയ്യർ. ഓരോ വർഷവും അതിർത്തിയിൽ കൊല്ലപ്പെടുന്ന ജവാന്മാരെക്കാൾ കൂടുതൽ ജീവനുകൾ നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇല്ലാതെയാക്കുന്നു. ആര്? ഇരിക്കാൻ നല്ലൊരു ബെഞ്ച് പോലും ഇല്ലാത്തൊരു സ്കൂളിൽ നിന്നും, പബ്ലിക് ടാപ്പ് പോലും ഉപയോഗിക്കാൻ വിലക്കുള്ളൊരു ഗ്രാമത്തിൽ നിന്നും അവള് കഷ്ടപ്പെട്ട് പഠിച്ചിതുവരെ എത്തിയത് തിരിച്ചു പോകാൻ തന്നെ ആയിരുന്നു, യുവർ ഓണർ. പക്ഷെ അതൊരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. സർ, ഈ മന്ത് എന്തെങ്കിലും ഇത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇനി ഒരു വർഷം കൂടി നഷ്ടമാവും സർ. പ്ലീസ് സർ, വെയിറ്റ് സർ. സർ സർ, വീട്ടിലെ സ്ഥിതി അത്രയ്ക്ക് മോശമാണ് സർ. സർ പ്ലീസ് സർ, ഒരുപാട് കഷ്ടപ്പെട്ട സർ ഞാൻ ഇവിടെ വരെ എത്തിയത്. എവിടെ വരെ? എവിടെ വരെയെന്ന്? വിദ്യ, നീ ആ മുത്തുലക്ഷ്മിയെ കണ്ടോ? അവരുടെ അമ്മയും പണ്ടിവിടെ ഇതേ ജോലിക്കാരിയായിരുന്നു. ഇനി അവരുടെ മകളും ഇതേ ജോലി തന്നെ ഇവിടെ ചെയ്യും. അതേ ചെയ്യൂ. കാരണം അവർക്കറിയാം ഔദാര്യം അവകാശമല്ലാന്ന്. സി വിദ്യ, റിസർച്ച് ഈസ് അബൌട്ട് ക്വാളിറ്റി. അതെങ്ങനാ പാടത്തും പറമ്പിലും കുപ്പത്തൊട്ടിയിലൊക്കെ പണിയെടുക്കുന്നവരോട് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ അനുസരിക്കുക എന്നുള്ളതാ. ജസ്റ്റ് ഒബേ. അതെങ്ങനാ കണ്ടവന്റെ കക്കൂസ് കഴുകുന്നവർക്കൊക്കെ ഓരോ പേരും പറഞ്ഞ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നവരാണ് ആദ്യം പറയാം. നിനക്ക് ഡീനോട് കംപ്ലൈന്റ് ചെയ്യണം. ഗോ ഹെഡ്. നീ എന്ന് വിചാരിച്ച ഇവിടെ ഒരു ചുക്കും നടക്കില്ല. ആൻഡ് മൈൻഡ് യു, 7 അല്ല 10 വർഷം കഴിഞ്ഞാലും നീയൊക്കെ ഇവിടെ നിന്ന് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങണം. എന്റെ ഒപ്പ് വേണം. ഓക്കെ? ഇനിയും നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഗോ ആൻഡ് ഹാവ് എ ലുക്ക് അറ്റ് യുവർ സെൽഫ് ഇൻ ദ മിറർ. പോയി കണ്ണാടി നോക്കടി. It was not a suicide. It was institutional murder. ഒരു വിദ്യാർത്ഥിയെ, അവളുടെ സ്വപ്നങ്ങളെ, അവളുടെ വ്യക്തിത്വത്തെ, എന്തിനവളെ തന്നെ ഇഞ്ച് ബൈ ഇഞ്ച് ഇല്ലാതാക്കുക. You push them to a point where they have no other option. They said she quit. No, she did not quit. She was forced to quit.